എനിക്ക് 1 മാസമായി വായിൽ നിറയെ തോല് പോയിട്ട് ഒരു ഭക്ഷണവും കഴിക്കാൻ കഴിയാതെ ഞാൻ വേദനിക്കുകയായിരുന്നു. ആരും എന്നെ സഹായിക്കാനുണ്ടായിരുന്നില്ല. പക്ഷെ കർത്താവായ യേശു ക്രിസ്തുവും പരിശുദ്ധമ്മയും എന്നെ വിട്ടുമാറാതെ നിന്നു. ഞാൻ ഇന്ന് പീറ്ററേട്ടൻ എന്നെ വിളിച്ചു. ഇന്ന് അങ്കമാലിയിൽ ഒരു നൈറ്റ് വിജിലുണ്ട്, വായിച്ചേച്ചി പോകുന്നുവോ? ഞാൻ പറഞ്ഞു 1 മാസത്തോളമായി ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ഈ കിടക്കയിൽ നിന്ന് ഞാൻ എണീറ്റിട്ടില്ല. എനിക്കൊരു ഗ്ലാസ് വെള്ളം തരാനും ആരുമില്ല. ഞാൻ എങ്ങനെ പോകാനാണ്? ജോസിനോട് പറഞ്ഞിട്ട് അവൻ കൊണ്ടുപോയെങ്കിൽ ഞാൻ പോകാം, എന്നാലും എനിക്ക് എണീക്കാൻ കഴിയില്ല. അപ്പോൾ പീറ്ററേട്ടൻ പറഞ്ഞു, വായിച്ചേച്ചി 3 നന്മ പറഞ്ഞ മറിയാമ്മയെ ചൊല്ലി വിളിച്ചതും ബ്രദർ എനിക്ക് ഫോൺ എടുത്തു. എന്നെ 1 അരമണിക്കൂർ നേരം പ്രാർത്ഥിച്ചു. എനിക്ക് അപ്പോൾ ഈ സംസാരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം വായൊക്കെ ഉണങ്ങി വരണ്ട്, ഒരു തുള്ളി വെള്ളം പോലും പറ്റാതെ എനിക്ക് ഭയങ്കര പ്രയാസമായിരുന്നു. എങ്കിലും ബ്രദർ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് കുറച്ച് വെള്ളം അവിടെ നിന്ന് എടുക്കാൻ പറഞ്ഞു. ഞാൻ എരിയത്ത് എപ്പോഴും വെള്ളം എരിയത്ത് വയ്ക്കും. ആ വെള്ളത്തിൽ നിന്ന് എടുത്ത് വെച്ചു. ബ്രദർ അത് തിരുരക്തമാകട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാനത് കുടിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ നാവിൻ്റെ ഉണക്കവും എല്ലാം മാറി. ഭയങ്കര സന്തോഷമായി എനിക്ക്. അപ്പോൾ ജോസിനെ വിളിച്ചിട്ട് എടുക്കുന്നില്ല. അപ്പോൾ ബ്രദർ പറഞ്ഞു, ആരെങ്കിലും ഒരാളെ വിളിച്ച് ഒരു ടാക്സി ശരിയാക്ക്, പൈസ ഞാൻ കൊടുത്തോളാം, വായിച്ചേച്ചി ഇന്ന് ഇവിടെ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ത്രേസ്യാമ്മേനെ വിളിച്ചു, എങ്ങനെയെങ്കിലും എന്നെ അങ്കമാലിയിലേക്ക് കൊണ്ടുപോ. അവൾ അവിടുന്ന് തയ്യാറായി. അവൾ അവിടെ നിന്ന് എന്നെ കൊണ്ടുവന്നു. എനിക്ക് കാലിന് എണീറ്റ് ഒരടി പോലും വെക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതുപോലെ ക്ഷീണവും തളർച്ചയുമല്ലായിരുന്നു. പക്ഷേ ഇത്രയും ദൂരം ആ വണ്ടിയിൽ ഇരുന്ന് പോന്നിട്ടും എനിക്ക് യാതൊരു കുഴപ്പവും ഉണ്ടായില്ല. വളരെ സന്തോഷവതിയായി ഞാൻ ഇവിടെ എത്തി. അപ്പോൾ ത്രേസ്യാമ്മ പറഞ്ഞു, നിങ്ങളാണോ ഭക്ഷണം കഴിക്കാണ്ട് കടന്നിരുന്നത്? അതെ. ആ തിരുരക്തം എനിക്ക് 1 മാസത്തെ അല്ല 1 വർഷത്തെ ഭക്ഷണമാക്കി തന്നു. അപ്പോൾ അതാണ് ഞാൻ കഴിച്ചിരുന്നത്. എനിക്ക് ഒരു ഉപ്പോ ഒരു മുളകോ ഒന്നും വായിൽ തട്ടാൻ പറ്റിയിരുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. ഇപ്പോൾ ആ ഉണക്കവും മാറി, എല്ലാം മാറി, വല്ലാതെ സന്തോഷമായി. ഇപ്പോൾ ഈ കാലിൻ്റെ വേദനയും വളരെയധികം മാറ്റം സംഭവിച്ചു. കാലിൻ്റെ ഒരു സ്റ്റീൽ കമ്പിയും ഒരു ബോളും ഉണ്ട്. അതെടുക്കാത്തോടത്തോളം കാലം വായിച്ചേച്ചിക്ക് നടക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ എനിക്കിനി ബോളും കമ്പിയും ഒന്നും എടുക്കണ്ട. ഞാനിപ്പോൾ നടക്കാൻ എനിക്കൊരു പ്രയാസവും തോന്നുന്നില്ല. ദൈവം എന്നെ അനുഗ്രഹിച്ചു, പരിശുദ്ധ അമ്മയും എന്നെ അനുഗ്രഹിച്ചു. എന്നെ കർത്താവ്, ബ്രദർ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഒരു തോൾ സഞ്ചി ഇട്ടുകൊണ്ട് എൻ്റെ അടുക്കലേക്ക് വരുന്നത് ഞാൻ കണ്ടു, എൻ്റെ കണ്ണുകൊണ്ട്. അപ്പോഴാണ് ഞാൻ അവിടെ മറഞ്ഞു വീണത്. എൻ്റെ ദൈവം എന്നെ പരിപാലിക്കുന്നു. ഒരു ടോം ബ്രദറിൻ്റെ ധ്യാനം ചൂണ്ടൽ നടക്കുമ്പോൾ ആ അച്ഛൻ പറഞ്ഞയച്ചു, ഒരു ധ്യാനം നടക്കുന്നുണ്ട് നമ്മുടെ അതിലേക്ക് അവരെ എടുത്തിട്ടായാലും കൊണ്ടുവരാൻ. ഞാൻ പറഞ്ഞു, എവിടെ പോയാലും സ്പിരിറ്റ് ജീസസിൻ്റെ അഭിഷേകം എവിടെയും കിട്ടില്ല. ഞാൻ ഒരിടത്തേക്കും ഇക്കണ്ട കാലമായിട്ടും ഞാൻ പോയിട്ടില്ല. ഈ കൂട്ടായ്മ മാത്രം, ഈ കൂട്ടായ്മയിൽ എന്നും ഞാൻ ടോം ബ്രദറിൻ്റെ ക്ലാസ് കേൾക്കും കാലത്ത്. അവിടുന്ന് വളരെ പ്രാർത്ഥന കേൾക്കുമ്പോൾ തന്നെ ഞാൻ ശക്തി പ്രാപിക്കും. ഇല്ല, ഈ കൂട്ടായ്മയുടെ ശക്തി, ഈ സ്പിരിറ്റ് ജീസസിൻ്റെ അഭിഷേകം എന്നും നിറഞ്ഞു നിൽക്കുന്നു. എന്നും ഞാൻ തുടങ്ങി അന്നു മുതൽ ഇന്ന് വരെ വേറൊരു വഴിയും വിട്ട് ഞാൻ പോയിട്ടില്ല. ഞാൻ ദൈവത്തിന് കോടി കോടി നന്ദി പറയുകയാണ്. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ. ഞാൻ സത്യം പറഞ്ഞ് ഇപ്പോഴാണ് കണ്ടത്. ഇവിടെ ആരെ കിടക്കുന്നുണ്ട്, പക്ഷെ ആരെങ്കിലും മനസ്സിലായില്ല. അത് ബായ് സഹോദരിയാന്ന് എനിക്ക് പിടികിട്ടിയില്ല. എന്നെ അത്ഭുതപ്പെടുത്തൊരു കാര്യം, ഇന്ന് മോള് 12 മണിക്ക് എന്നെ വിളിക്കുക. സംസാരിക്കാൻ ആൾക്ക് പറ്റുന്നില്ല,
വളരെ ദയനീയമായിട്ടാണ് സംസാരിക്കുന്നത്. കാരണം വാക്കുകൾ വരുന്നില്ല. പറഞ്ഞല്ലോ, വായിക്കകത്ത് നല്ല വേദനയായിരുന്നു. വളരെ പെട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥന ആരംഭിച്ചു. എനിക്കൊന്നൊരു അരമണിക്കൂർ അല്ല, പക്ഷെ ആ പ്രാർത്ഥനയിൽ എന്നെ അത്ഭുതപ്പെടുത്തൊരു കാര്യം, ഒരു വ്യക്തിക്ക് വേണ്ടി ഞാൻ അനുഭവിച്ചതാണ്. ഒരു മകൾക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് അഭിഷേകം വളരെ അതിശക്തമായിട്ട് വന്ന് ഈ മോളെ പൊതിയുന്നതാണ് ഞാൻ കണ്ടത്. ഹല്ലേലൂയ. എനിക്കിവിടെ പറയാൻ തോന്നിയൊരു കാര്യം ഇതാണ്. ഈ പ്രിയപ്പെട്ട ദാസിയുടെ സമർപ്പണവും വിശ്വാസവും വിശ്വസ്തതയും ആ നിമിഷങ്ങളിൽ ആ അഭിഷേകം കൂടി ഇറങ്ങി വന്ന് അവരെ വിടുവിക്കാൻ അത് ഒരു കാരണമായിട്ട് മാറി. അത് മകളുടെ വിശ്വാസം വിശ്വസ്തതയാണ്. ഞാൻ പ്രാർത്ഥിച്ചു, പക്ഷേ ദൈവം എപ്പോഴും അത് നോക്കുകയാണ്. നിലവിളിക്കുന്നവരെ, വിശ്വസ്തരായവരെ, അവരേത് അവസ്ഥയിലായിരുന്നാലും കർത്താവ് അവരെ വിടുവിക്കുക. അപ്പം അതിന് ശേഷം ഞാൻ എൻ്റെ മുറിയിൽ, ഞാൻ ഇന്നലെ ഒരു 12 മണിയായപ്പോൾ വീട്ടിൽ എറണാകുളത്തെത്തുന്നത്, രാത്രി യാത്രയായിരുന്നു. ഇപ്പോൾ രാവിലെ നേരത്തെ എഴുന്നേറ്റ്, പിന്നെ നല്ല ക്ഷീണം. ഈ മുകളിൽ എവിടേക്കും ഞാൻ കട്ടിലിൽ കിടക്കുകയാണ്. കിടന്ന് കൊന്തയിലുകയാണ്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എനിക്ക് എഴുന്നേറ്റിരിക്കാൻ ക്ഷീണമുണ്ട്. ഞാനവിടെ കിടന്ന് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷെ ഞാനവിടെ അനുഭവിക്കുകയാണ്. എൻ്റെ മുറിയിൽ തന്നെ ഞാൻ അനുഭവിച്ചു. ദൈവാത്മാവിൻ്റെ ഭയങ്കരമായ ശക്തിയും സാന്നിധ്യത്തോടെ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് ഓരോ നിമിഷം എനിക്കറിയാം ദൈവത്തിൻ്റെ ആത്മാവ് ഈ മോളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോന്നായി. അല്പസമയം കഴിഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് മകളുടെ സ്വരം മാറി എന്നുള്ളതാണ്. ശബ്ദം മാറി, സംസാര രീതി മാറി. ആദ്യം എന്നോട് വളരെ ദയനീയമായി സംസാരിക്കാൻ പോലും പറ്റാതിരുന്ന വ്യക്തി പിന്നെ വളരെ സ്മാർട്ടായിട്ട് സംസാരിക്കാൻ തുടങ്ങി. അതിൻ്റെ അർത്ഥം എന്താണ്? ആള് സുഖപ്പെട്ടു എന്നുള്ളതായിരുന്നു. ഹല്ലേലൂയ. തിരക്തം പ്രാർത്ഥിച്ചു. ഇതിലും വിശ്വാസത്തിലുള്ള പ്രാർത്ഥന, ഫോണിലൂടെ ഒരു പ്രാർത്ഥിക്കുമ്പോൾ എത്രയോ ദൂരത്തിലിരിക്കുന്ന ഒരു വ്യക്തിയിലേക്ക് നോക്കണമേ ദൈവത്തിൻ്റെ പ്രവൃത്തി. സങ്കീർത്തനം 107:20 വചനം, അവിടുന്ന് എൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യപ്പെടുത്തി വിനാശത്തിന് വിടുവിച്ചു. ഹല്ലേലൂയ. നോക്കണം, ദൈവം തന്നെ വചനം വായിച്ചതിന് അഭിഷേകം അയച്ച് 2 തലത്തിലാണ്. വചനവും വായിക്കുന്നു, അഭിഷേകം അയച്ച് സുഖപ്പെടുത്തുകയാണ്. നമ്മുടെ ദൈവം എത്രയോ നല്ലവനാണ്, എത്രയോ കാരുണ്യവാനാണ്, എത്രയോ ശക്തനാണ്. ഹല്ലേലൂയ.